എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. പ്രേക്ഷക ലക്ഷങ്ങൾക്ക് തൻ്റെ ഒരു സിനിമ കൊണ്ട് എന്തെങ്കിലും വിഷമമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ നിരുപാധികം മാപ്പ് പറയുകയാണ്. ഒടുവിൽ മലയാളത്തിലെ താരരാജാവിന് വരെ പ്രേക്ഷകരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതിന് പിന്നാലെ ഒരു ഗിമ്മിക്കുമായി ഇറങ്ങിയിട്ടുണ്ട് മറ്റൊരു നടനും സംവിധായകനും. മറ്റാരുമല്ല, എമ്പുരാൻ്റെ സംവിധായകൻ പൃഥ്വിരാജ്. മോഹൻലാൽ ഖേദപ്രകടനം നടത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ പുതിയ നാടകം. സ്വന്തമായി എന്തെങ്കിലും ഖേദപ്രകടനം നടത്തണമെങ്കിൽ പൃഥ്വിരാജിന് അത് സ്വന്തമായി തന്നെ നടത്താമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തില്ല. മറിച്ച് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഖേദപ്രകടനത്തെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഗിമ്മിക്ക് കാണിച്ചിരിക്കുകയാണ്, ഒരു നാടകം കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. ഇനി ആരാധകരുടെ ചോദ്യത്തിന് മാപ്പ് പറഞ്ഞു എങ്കിൽ മാപ്പ് പറഞ്ഞു. നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ എൻ്റെ പട്ടി വന്ന് മാപ്പ് പറയും. അങ്ങനെ രണ്ട് രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ക്ഷമാപണത്തെ ഷെയർ ചെയ്തുകൊണ്ട് ആരാധകരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക. എന്നാൽ സ്വന്തം ടീമുകളുടെ അല്ലെങ്കിൽ സ്വന്തം മട്ടാഞ്ചേരി മാഫിയയുടെ ചോദ്യത്തിന് മുന്നിൽ ഞാനോ മാപ്പ് പറയാനോ, എൻ്റെ പട്ടി വന്ന് മാപ്പ് പറയും എന്ന് ഗീർവാണം അടിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാപ്പ് പറച്ചിൽ. ഈ പൃഥ്വിരാജ് സുകുമാരനല്ലേ യഥാർത്ഥത്തിൽ എമ്പുരാൻ്റെ ഉത്തരവാദി? മോഹൻലാൽ ആ സിനിമയിലെ നിരവധി രംഗങ്ങളിൽ അഭിനയിച്ചു, പ്രധാന നടനാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഈ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമയല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ സിനിമയല്ലേ? ഏതൊക്കെ ഡയലോഗുകൾ, ഏതൊക്കെ സിറ്റുവേഷൻസ്, ഏതൊക്കെ രംഗങ്ങൾ എവിടെയൊക്കെ വേണമെന്ന് ഒരു സിനിമയിൽ തീരുമാനിക്കുന്നതിൻ്റെ അവസാന വാക്ക് ആ സിനിമയുടെ സംവിധായകനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമ പൃഥ്വിരാജ് സുകുമാരൻ്റേത് മാത്രമാണ്. അതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ, നടന്മാരൊക്കെ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. ഇത് പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ ആശയവും ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളും അത് പൃഥ്വിരാജ് സുകുമാരൻ്റെ നിലപാടുകൾ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കെതിരെ വലിയ വിമർശനമുയരുക, ഈ സിനിമ അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള വലിയ വിമർശനമുയരുക, ചരിത്രത്തിലെ യഥാർത്ഥ ഏടുകളെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിനിടയിൽ അതിനെ വ്യാഖ്യാനപ്പെടുത്തുക, ഇങ്ങനെയാണ് സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ എമ്പുരാനെതിരെ ഉയർന്നത്. എവിടെയാണോ ലൂസിഫർ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് എമ്പുരാൻ തുടങ്ങുമെന്ന് കരുതിയിരുന്ന പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് എമ്പുരാൻ ചർച്ചയാക്കിയത് ഇന്ത്യയിൽ നടന്ന ഒരു ക്രൂരകൃത്യത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വെർഷനാണ് എന്ന് വലിയ വിമർശനമുയർന്നു. ഒരു ഘട്ടത്തിൽ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിമർശനം ഉന്നയിച്ചു. അത് മറ്റൊന്നുമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന വിഖ്യാത നടനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിപ്പിക്കുകയായിരുന്നു. അതായത് മോഹൻലാലിനെ ആദ്യം ഈ സിനിമയുടെ കഥാകൃത്തായ മുരളി ഗോപി വായിച്ചു കേൾപ്പിച്ച തിരക്കഥ മറ്റൊന്നായിരുന്നുവെന്നും അവസാന നിമിഷം ഈ തിരക്കഥയിൽ ചില വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായിരുന്നുവെന്നും ആ വെട്ടിത്തിരുത്തലുകൾ മോഹൻലാലിൻ്റെ മുന്നിലെത്തിയിരുന്നില്ല എന്നുമാണ് സിനിമാ മേഖലയുമായി ബന്ധമുള്ള ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ചില അസത്യപ്രചരണങ്ങൾ നടന്നതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ചില ഏജൻസികൾ അന്വേഷണം നടക്കുന്നതായുള്ള സൂചനകളും ചിലർ പ്രചരിപ്പിക്കുന്നു. ചില ഏജൻസികൾ ഈ ചിത്രത്തിൻ്റെ ഫണ്ടിങ്ങിനെ കുറിച്ച്, ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് പിന്നിലുള്ള ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നതായിട്ടുള്ള സൂചനകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ചുരുക്കത്തിൽ മോഹൻലാൽ എന്ന മഹാനടന് പറ്റിയ വലിയൊരു അമളിയായി മാറിയിരിക്കുന്നു എമ്പുരാൻ. ഈ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സിനിമ മുന്നോട്ട് വെച്ച ചില പ്രമേയങ്ങളെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും മോഹൻലാൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. മോഹൻലാൽ ഓരോ ദിവസം ഈ സിനിമ
ലോക നിലവാരത്തിൽ ഉണ്ടാക്കുന്ന കളക്ഷനുകളെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് മുന്നോട്ട് വച്ചത്. തൻ്റെ ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കുവച്ചത്. വലിയ കളക്ഷൻ ഉണ്ടാക്കുന്നു, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറുന്നു. എന്നാൽ സിനിമ ഇറങ്ങി 4-ാം ദിവസമാകുമ്പോൾ മോഹൻലാലിന് തന്നെ തിരിച്ചറിവുണ്ടാവുകയാണ്. ഇത് തൻ്റെ കരിയറിനെ ബാധിക്കുന്ന ഒരു സിനിമയാണ്. കഴിഞ്ഞ 40-45 വർഷക്കാലമായി മലയാളത്തിലെ താരസിംഹാസനത്തിലിരിക്കുന്ന മോഹൻലാലിന് ഒടുവിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ കൈവിട്ടിരിക്കുന്നു. മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ കാണികൾ കൈവിട്ടിരിക്കുന്നു. രാജ്യവിരുദ്ധമായ രാജ്യത്തിൻ്റെ അന്തസത്തയെ ബാധിക്കുന്ന ഒരു സിനിമ, രാജ്യത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുന്ന ഒരു സിനിമ, രാജ്യത്തുണ്ടായ ഒരു വലിയ സംഭവത്തെ, ദുരൂഹമായൊരു സംഭവത്തെ അല്ലെങ്കിൽ ദുരന്തമായൊരു സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രീണനത്തിന് വേണ്ടി അസത്യം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ മോഹൻലാലിൻ്റെ കരിയറിലെ വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സംവിധായകനായ നടനുമായ പൃഥ്വിരാജ് ചെയ്തതാകട്ടെ, സ്വന്തമായി മാപ്പ് പറയാനുള്ള അന്തസ്സ് പോലും ഈ പൃഥ്വിരാജിന് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൃഥ്വിരാജ് അതിന് പകരം എന്ത് ചെയ്യുന്നു? മോഹൻലാലിൻ്റെ ആ ക്ഷമാപണത്തെ ഷെയർ ചെയ്യുകയാണ്, എന്നിട്ട് അതിനൊപ്പം ചേരുകയാണ്, മറ്റൊരാളുടെ തോളിൽ ചാരി നിന്നുകൊണ്ട് കാര്യം സാധിക്കുകയാണ് എന്ന് നാടൻ ഭാഷയിൽ പറയും. അതാണ് ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിൻ്റെ ഈ നിലപാടിനെതിരെ മലയാളത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രേക്ഷകർ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 40-45 വർഷക്കാലം മലയാള സിനിമയെ നെഞ്ചേറ്റിയ, മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച താരരാജാവായ മോഹൻലാലിനെ ഒരു സിനിമ കൊണ്ട് തന്നെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിച്ച ഈ പൃഥ്വിരാജ് ഇതിനുള്ള മറുപടി വരും കാലങ്ങളിൽ പറഞ്ഞേ തീരൂ. അത് ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.